ഒരു കുടുംബത്തിന് ഇന്നലെ രാത്രി മുഴുവൻ വെളിയിലിരിക്കേണ്ടി വരുമായിരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ്. ആ കുടുംബം മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത പണം തിരിച്ചു അടയ്ക്കാൻ ചില സാഹചര്യങ്ങളിൽ കഴിയാതെ പോയി. പൊട്ടിയത് ഉടൻ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടു. ആ 4.5 ലക്ഷം രൂപയും ആ കുടുംബത്തിന് വേണ്ടി ബാങ്കിൽ അടയ്ക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ജനിച്ചാൽ മതി എന്നൊക്കെ സോറിയാണ് തൃശ്ശൂർക്ക് ഒരു തെറ്റുപറ്റി, എന്നിട്ട് എനിക്കൊരു കാര്യം പറയുള്ളൂ, സുരേഷ് ഗോപി ചെയ്ത് എന്തെങ്കിലും ശരിയായി എനിക്ക് പറയാൻ പറ്റില്ല കേട്ടാ. കാരണം തിരുവനന്തപുരത്തുള്ളവരല്ല സുരേഷ് ഗോപിനെ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടത്. സുരേഷ് ഗോപിനെ ജയിപ്പിച്ചു വിട്ടത് ഞങ്ങൾ തൃശ്ശൂരാരുടെ പ്രശ്നങ്ങൾ തീർക്കാണ്ട് തിരുവനന്തപുരത്തുള്ളവരെ ജപ്തി ഒഴിവാക്കാനൊന്നും പറ്റില്ല കേട്ടാ. ഞങ്ങളുടെ തൃശ്ശൂർ കുറച്ച് ആൾക്കാർ ജപ്തിയായിട്ട് നിൽക്കുന്നുണ്ട്. ആദ്യം ഇതൊക്കെ ഒന്ന് ഒഴിവാക്ക്. ഇനി ഞങ്ങളുടെ ജപ്തി ഒഴിവാക്കണമെങ്കിൽ ഞങ്ങൾ ഇതുപോലെ റിപ്പോർട്ടർ ചാനലത്തെ മൊത്തം പറയണ പോലെ പറയേണ്ടി വരുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ. വേടം വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു മൂപ്പരേ, കേട്ടിരുന്നു മൂപ്പരേ. വേടം പറഞ്ഞു തൃശ്ശൂരാർക്ക് ഒരു തെറ്റ് പറ്റിയെന്ന്. അത് കേട്ടിരുന്നിട്ട് അത് ടെലികാസ്റ്റ് ചെയ്താണ് നമ്മുടെ ഇന്ന് വന്നിട്ട് ഇപ്പൊ സുരേഷ് ഗോപിനെ ഭയങ്കര പുകഴ്ത്തി പറയാ, അവസരവാദി എന്നല്ലാണ്ട് ഇപ്പൊ എന്നിട്ട് പറയാം. പക്ഷെ തൃശ്ശൂർക്കാർക്ക് ഒരു കാര്യം പറയേണ്ടത്, സുരേഷ് ഗോപി ചെയ്ത് തെറ്റായി പോയിട്ടാ. ഞങ്ങളാണ് സുരേഷ് ഗോപിനെ ഒട്ടിൽ ജയിപ്പിച്ചത്. അപ്പൊ സുരേഷ് ഗോപി പറയും, അല്ലെങ്കിൽ വേടം പറയും, അല്ലെങ്കിൽ മുട്ട പറയും ആർക്ക് തെറ്റ് പറ്റിയെന്ന്. ഞാൻ ഇന്ന് കയറി പിടിച്ചത് പുളിങ്കൊമ്പിലാണ്. ഇവിടെ മുതൽ ഞാനത് അങ്ങോട്ട് ഒടിയാതെ കൊണ്ടുപോകും. സന്തോഷം. താങ്ക് യു ശ്രീ സുരേഷ് ഗോപി. താങ്ക്സ് എ ലോട്ട്. ശ്രീ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് നമുക്കൊപ്പം ചേർന്നത്. ആ കണ്ണീരൊപ്പാൻ ഇന്നലെ ആ സമയത്ത് വന്നു.